തോന്നുന്നില്ല കഴിഞ്ഞ 10-15 വർഷത്തിനിടയ്ക്ക് ആരും ഇരുന്ന് വിവാഹങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ ഉറപ്പ് തരാം. ഇത് 2 വീട്ടിലെ വീഡിയോഗ്രാഫർ ഉണ്ടാവും, ഫോട്ടോഗ്രാഫർ ഉണ്ടാവും, ഇവരുടെ ലൈറ്റ് കോട ഇതൊക്കെ കാണുള്ളൂ. ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് WWE നടക്കുകയായിരിക്കും. അത് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്വന്തം ഊട്ടുവരെയാണ്. 1-ാം പന്തി കയറാൻ വേണ്ടിയിട്ടാണ് അവിടെ ആൾക്കാർ അങ്ങനെ ഇടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടാവാം. നമ്മൾ പറഞ്ഞല്ലോ, തന്ത്രിയൊന്നും അല്ല ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ ചേട്ടന്മാരൊക്കെയാണ്. അങ്ങനെ എടുത്ത ഒരാളെ കെട്ടിയിടുന്ന ഈ ക്യാമറ ചോദിക്കുക, ഓ ഒരൊച്ച ഉണ്ടാക്കി ഇടുന്ന എല്ലാവരും നോക്കിയപ്പോൾ പുള്ളിക്ക് ഒന്നുകൂടെ ഊരിയിട്ട് കെട്ടാൻ പറ്റുമോന്ന്. പുള്ളിക്ക് കിട്ടിയില്ല. പുള്ളിയുടെ ആ സമയത്ത് നേരിട്ട് പച്ചക്ക് ചോദിച്ചു പുള്ളി. ഓഡിറ്റോറിയത്തിന്റെ അവസാന ഒരു രംഗം എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല, പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ ഒരു ദേശീയഗാനമാണ്. എന്തിനാടി പൂങ്കരളേ കാരിനി കരയണത്. കൂട്ടക്കരച്ചിലായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പം അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ ഇവരെ കെട്ടിപ്പിടിച്ചേ കരയുള്ളൂ. ഇനി ഇവരെ രണ്ടുപേരും കെട്ടിയില്ലേ, ചെറിയമ്മയുടെ മകനെങ്കിലും കെട്ടിപ്പിടിച്ച് ഈ ദേശീയഗാനം പാടുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു സംഭവം. ഇതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഇപ്പോൾ ഒരു ഗ്രാമമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ കല്യാണമാണ്, ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആളുടെ പേര് ഞാൻ പറയില്ല. അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ ഞാൻ സംഘടിപ്പിച്ചു. കായും കാലും പിടിച്ചിട്ട് കൊണ്ടു ചെന്നു. അപ്പോൾ അവിടെ ചെറിയ ഗാനമേളയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തലേദിവസം വൈകുന്നേരം ആണ് ചെന്നിരിക്കുന്നത്. രാത്രി പരിപാടിക്ക് അത്താഴൂട്ട് എന്നൊക്കെ പറയും. ഗാനമേളയിൽ പുള്ളി ഒരു പാട്ടൊക്കെ പാടി ഷൈൻ ചെയ്തു. ഞങ്ങൾ എല്ലാവർക്കും സന്തോഷമായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് കറങ്ങിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓട്ടത്തിലാണ്, കൂട്ടുകാരൻ്റെ കയ്യിലാണുള്ളത്. ഓടി ഇതിന് തിരിച്ചു വന്നപ്പോൾ പുള്ളി ഇരുന്ന് തബലയടിക്കുന്നു. തബലയടിക്കുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിട്ടു. ഞാൻ വിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വേറെ എന്തോ കാര്യത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ആ സാധനത്തിനെ ഒന്ന് തിരിച്ചു കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തി ആളെന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് തേങ്ങ കരണ്ടുന്നു. കഥയൊക്കെ പറഞ്ഞിട്ട് കലാഭവൻ ജോഷിയുടെ കല്യാണത്തിനെ കലാഭവൻ ജോഷി ചേട്ടനെ മണിയറയിൽ കയറ്റി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചേക്കും കേട്ടോ. ജോഷി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാ. പിഷാരടി നമ്മൾ അവിടെ വെള്ളാടി പാർട്ടി നമ്മൾ അപ്പുറത്തെ വീട്ടിലല്ലേ അരച്ച് ആരെ ഇങ്ങടേക്ക് വന്നത് പറയൂ, നീ ഇപ്പം പറയൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചോദ്യം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ചേട്ടന്? ആരാന്നറിയില്ലേടാ, നമ്മുടെ കൂട്ടുകാരോ ഇത് ചെയ്തിരിക്കണേ. ഞാൻ ചോദിച്ചു എന്താ ജോഷി ചേട്ടാ? ആരും അവിടെ പോയിട്ട് കള്ള് കുടിച്ച് വന്നിട്ട് എൻ്റെ മണിയറയിൽ ബെഡിൽ വാള് വെച്ചിരിക്കുകയെന്ന്. ജോഷി അവൻ പെണ്ണുമായിട്ട് ചെന്നിരിക്കുമ്പോഴേ എനിക്ക് ആളെ അറിയാം, ഞാനും പേരും അറിയുന്നില്ല. ആ മണിയറ കയറി മുല്ലപ്പൂ ഇട്ട കട്ടിലെ വാളും വെച്ചിട്ട് മറ്റവൻ പോയി. കാരണം വേറെ എവിടെ സ്ഥലമില്ല, ആളില്ലാത്ത ഒരു സ്ഥലം വേണ്ടേ, കല്യാണം വീടല്ലേ. അവൻ വാള് വെച്ചാൽ ബാക്കി എല്ലാവരും കണ്ടാൽ നാണക്കേടല്ലേ എന്ന് പറഞ്ഞിട്ട് മണിയറയിൽ വാള് വെച്ചിട്ട് പോയി. ഇതുപോലെ രാജാ സാഹിബ് ഞാനിവിടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി. അപ്പോൾ കല്യാണത്തിന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുക്കൻ്റെ അപ്പം പറഞ്ഞ് ഇത് മണിയറക്കട്ടില്ല, പുതിയത് തേക്കാ, ഈ പ്രാവശ്യം മേടിച്ചതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടേക്കുക. അപ്പോൾ രാജാ സാഹിബും ഞാനും കൂടി പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാമെന്നും പറഞ്ഞിട്ട് രാജാ സാഹിബ് ഇരുന്ന് ഞാനും ഇരുന്നു മണിയറക്കട്ടിൽ പടാക്കി. അത് മാർട്ടിൻ ചേട്ടൻ ഞങ്ങളൊരു വീട്ടിൽ കൊണ്ട് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊരു വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കട്ടോ. അപ്പം മഴ പെയ്ത കാരണമാണ് ഞങ്ങളെ അവിടെ ഒരു വീട്ടിലേക്ക് കയറ്റി നിർത്തിയേക്കാണ്. പരിപാടിയൊന്നും ആയിട്ടില്ല. അപ്പം 7 മണി എന്ന് പറഞ്ഞ പരിപാടി ഒരു 9 ആകുമ്പോൾ തുടങ്ങാം. കാരണം അമ്പലപ്പറമ്പിൽ ഇടിവെട്ടി മഴ പെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് എല്ലാവരും ഭയങ്കര ആ വീട്ടുകാരൊക്കെ സ്നേഹമായിട്ട് കുറച്ച് പേരൊക്കെ മിണ്ടി ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങി. സെറ്റിൽ ഇങ്ങനെ ഇരുന്നോ, പിന്നെ കാല് കയറ്റി വെച്ചു, പിന്നെ കിടക്കുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു. അപ്പം എന്തോ ഒരു ക്രിക്കറ്റ് കളി നടപ്പുണ്ട് ആ സമയത്ത് ടി വിയിൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരിശ്രീ യൂസഫ് ആ ഹൗസ് ഓണറോട് ചോദിച്ചു, ചേട്ടാ ക്രിക്കറ്റിൻ്റെ സ്കോർ അറിയാൻ ഒന്ന് ടി വി വെക്കാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ പറഞ്ഞ് ടി വി ഓണാക്കിയത് ഇടിവെട്ടി ആ ടി വി അടിച്ചുപോയി. കൃത്യം ഓണാക്കുന്നു, ഇടിവെട്ടുന്നു, ടി വി കത്തിപ്പോകുന്നു, ഒരു കരിഞ്ഞ മണം വരുന്നു. പിന്നെ ആ ഉത്സവപ്പറമ്പിലുള്ള എല്ലാവരും ഞങ്ങളുടെ മ്യൂസിക് പരേഡ് കണ്ട് ചിരിച്ചിട്ട് ഇയാൾ മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലൊരു കല്യാണത്തിനൊക്കെ പോയി നമ്മൾ കല്യാണ സദ്യയൊക്കെ കഴിച്ചു. തിരിച്ച് ടൂറിസ്റ്റ് വന്നിറങ്ങി. നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ബ്രേക്ക് എടുത്തു. ബൈ.